കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെ ഇതിൽ നിന്ന് ഒരു ന്യായീകരണമെങ്കിലും കണ്ടെത്തി ഈ പദ്ധതിയിൽ തുടരാം എന്നുള്ള ഒരു ആലോചനയിലാണ് UDF നിൽക്കുന്നത്. മറിച്ചും തിരിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ എല്ലാ ന്യായീകരണങ്ങൾക്കും അപ്പുറമാണ് ഈ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത്. കാര്യം സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ. കാര്യം ഈ വിപ്ലവം പറയുന്ന എല്ലാ നേതാക്കന്മാരുടെയും മക്കള് പിന്നെ വിദേശത്തും പിന്നെ പുറത്ത് സ്വാശ്രയ കോളേജുകളിലും ഒക്കെയാണ് പഠിച്ചത്. ഇപ്പോഴും പല നേതാക്കന്മാരുടെ മക്കൾ പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ പഠിക്കുന്നവരുണ്ട്, ഇംഗ്ലണ്ടിൽ പഠിക്കുന്നവരുണ്ട്. പിന്നെ കേരള സംസ്ഥാനത്തിന് ഇന്ത്യക്കകത്ത് തന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക്, ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു ഉന്നമനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ തുക മേടിച്ചെടുക്കേണ്ടാത്ത ഒരു കാര്യവുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ആണ്. കാര്യം ഈ PM ശ്രീ അറബിക്കടൽ എന്ന് പറഞ്ഞ ലീഗിന് തന്നെ അവസാനം ഇപ്പൊ ഇത് നടത്തേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് നിൽക്കുമ്പം ഇങ്ങനെ പല കാര്യങ്ങളും പറയും. പക്ഷെ കാശിന്റെ കാര്യം പിന്നെ ആലോചിച്ച് നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇത് നടപ്പാകാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ PM ശ്രീയിൽ വേറൊന്നുമില്ല. കാര്യം ഇതിൽ ഈ നേരത്തെ ഉള്ള ഈ PM ശ്രീയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിനിവേശ ശക്തിയുടെ ചരിത്രത്തിന് പ്രാധാന്യം കുറയ്ക്കും. ഭാരതീയ സംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാന പൈതൃകത്തിന് കുറച്ച് മുൻതൂക്കം കൊടുക്കും. അല്ലാതെ വേറെ ഈ ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിന് മുൻതൂക്കം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സർവകലാശാലയിലടക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു പുരോഗമനാത്മകമായ ശാസ്ത്രീയമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല. അവിടെ ഉണ്ടായിരുന്ന പുരോഗമനാത്മകവും ശാസ്ത്രീയമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലേക്ക് ഈ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ കയറ്റി അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നത് കൊണ്ടാണ്, അതിനെ ഒരു RSSന്റെ അജണ്ടയിലേക്ക് വരുത്തുന്നു എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം പക്ഷേ ഈ സംസ്ഥാനത്തിന് വിവേചനാധികാരം ഉണ്ടല്ലോ. ചില കാര്യങ്ങൾക്ക് അവർക്ക് പിന്നെ താല്പര്യത്തിനനുസരിച്ച് നടപ്പാക്കാവുന്നതല്ല ഉള്ളു. എന്തായാൽ തന്നെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതാണ് അധിനിവേശ ശക്തികളുടെ പിന്നെ ചരിത്രത്തിന് പ്രാധാന്യം കുറയ്ക്കുക, ഭാരതീയ പിന്നെ സംസ്കാരത്തിന് കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഇത്. അധിനിവേശ രാജ്യം 400 വർഷത്തോളം വിവിധ രാജ്യങ്ങളുടെ അധിനിവേശം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അതിനു മുമ്പ് രാജ്യം എന്നൊന്നും പറയാനുള്ള ഒരു സംവിധാനമില്ല, നാട്ടുരാജ്യങ്ങളായിരുന്നു. അവരൊക്കെ എങ്ങനെയാണ് ഈ നാട്ടിൽ നിന്ന് പോയത്? ആരാണ് ഈ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത്? ആരാണ് അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്? ആരാണ് അവർക്കൊപ്പം നിന്നത്? അതൊക്കെ പുതിയ തലമുറ അറിയണ്ടേ? നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ? അതറിയൽ പ്രധാനമല്ലേ? അല്ല, അത് വേറൊരു കാര്യമുണ്ട്. ഈ ഒപ്പം നിന്നതിൽ തന്നെ ഈ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പല പ്രധാനപ്പെട്ട വ്യക്തികളെയും അവഗണിച്ചിട്ടുണ്ട്. അപ്പൊ ആ അവഗണിച്ചിട്ടുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു ഇത് കൂടി ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ UDF പുറത്തു വന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ അവസാനം ഇപ്പൊ ഞങ്ങൾക്ക് ഇനി 500-ാം മുതലാളിയെ ഉള്ളു എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ലീഗിന് തന്നെ നടപ്പാക്കേണ്ടി വന്നത് അതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശെന്ന് പറഞ്ഞ കാര്യം ഏറ്റവും താഴെക്കിടയിലുള്ള കുട്ടികൾക്കല്ലേ ഇത്രയും പൈസ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ പിന്നെ സ്റ്റേറ്റിൽ ഈ പിന്നെ താഴെക്കിടയിലുള്ള കുട്ടികൾക്ക് ഇത്രയും ഇത് കിട്ടുമ്പോൾ ഒരുപാട് സ്കൂളുകൾ നല്ല നിലവാരത്തിലേക്ക് വരും. അതല്ലേ വേണ്ടത്. പിന്നെ സ്റ്റേറ്റിന് ഈ പറയുന്ന പോലെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉള്ളതിൽ മാറ്റം വരുത്താനുള്ള വിവേചനാധികാരം ഉപയോഗിച്ച് ചെയ്യാവുന്നതല്ല ഉള്ളു. അങ്ങനെയാണ് അത് തീർച്ചയായിട്ടും നടപ്പാക്കണം. കാര്യം ഇനി ഇതിൽ വേറെ ഒരു ഇതൊന്നും പറഞ്ഞിട്ട് പിന്നോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. കാര്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്നത് എല്ലാം വാങ്ങിച്ച് എടുക്കണം. അത് ഈ PM ശ്രീ ആയാലും മറ്റ് ഏത് കാര്യമായാലും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.